നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആയൂരിലാണ്. ആയുർവേദ ആശുപത്രിയിലാണ്. ഇവിടെ വന്ന് നമ്മുടെ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാനായിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോ രോഗവും അപകടവും നമ്മൾ ആരും വിളിച്ചു വരുത്തുന്നതല്ല, ഇതെല്ലാം ആകസ്മികമായി വന്നു ചേരുന്ന ദുരന്തങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കട്ടിലിൽ കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ 1.5 വർഷത്തിന് മുൻപ് അദ്ദേഹത്തിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു ഉയരത്തിൽ കയറി അദ്ദേഹം അപകടത്തിൽപ്പെട്ടു, താഴേക്ക് വീണു. തുടർന്ന് 1.5 വർഷമായി അദ്ദേഹം ഇതേ കിടപ്പാണ്. മെഡിക്കൽ കോളേജിൽ ഏകദേശം 6 മാസത്തോളം ചികിത്സ നടത്തി. പക്ഷേ ചികിത്സ നടത്താൻ, വിദഗ്ധമായ ഒരു ചികിത്സ നടത്തി മുന്നോട്ട് പോകുവാനായി 28 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ കൈകാലുകളൊന്നും ശരിക്കും അനക്കാൻ കഴിയാതെ ആയുർവേദ ആശുപത്രിയിൽ ഇവിടുത്തെ ചില ചികിത്സകളുമായി ബന്ധപ്പെട്ട് ഓണത്തിന് മുൻപേ ഇവിടുത്തെ ചികിത്സയിലാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു അപകടമാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. ഏകദേശം 28 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് തുടർന്നുള്ള ചികിത്സയ്ക്ക് നിവർത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു ഏറ്റവും വലിയ വിഷമകരമായ ഒരു കാര്യം. എന്തായാലും ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇദ്ദേഹത്തെ തുടർന്ന് വിദഗ്ധമായ ഒരു ചികിത്സയിലേക്ക് കൊണ്ടുപോകുന്നതിനും ഇദ്ദേഹത്തിന് തുടർന്നുള്ള ജീവിതത്തിലേക്ക് തിരിച്ച് പോകുന്നതിനും വേണ്ടി ഒരു സഹായം ചെയ്ത് ഇദ്ദേഹത്തിന്റെ ജീവൻ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇടപെടൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും തുടർന്ന് ഈ വീഡിയോ കാണാം. 28 വയസ്സുള്ള യുവാവ് ചികിത്സാ സഹായം തേടുന്നു. അഞ്ചൽ വടമൺ രമേശ് വിലാസത്തിൽ 28 വയസ്സുള്ള രാജീവാണ് പരസഹായം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്നതിനും ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നതിനും വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നത്. എനിക്ക് 1.5 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പിലാണ്. ഞാൻ വർക്കിന് പോണ അടുത്ത് വെച്ചിട്ട് വീണയാണ്. ഒരു 20 അടി ഉയരത്തിൽ നിന്ന് വീണ് അങ്ങനെ കഴുത്തൊടിഞ്ഞിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി സംഭവിച്ചു. കാലൊടിഞ്ഞ് ബോണ് ഒടിഞ്ഞതാണ്. അങ്ങനെ കഴുത്തില് 2 കമ്പിയുണ്ട്, കമ്പിയൊക്കെ ഇട്ടേക്കാണ്. പിന്നെ 1.5 വർഷമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് പുനലൂരത്തൊക്കെ ചികിത്സയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഇവിടെ ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുക. പിന്നെ ചികിത്സക്കുള്ള വലിയ മാർഗമൊന്നുമില്ല. പൈസക്കാരനാലും ഒന്നിനും വലിയ മാർഗമൊന്നുമില്ല. പിന്നെ അച്ഛന് കൂലിപ്പണിയാണ്. വെളുപ്പിനെയൊക്കെ പോയി റബ്ബർ വെട്ടാണ്. വെളുപ്പിനെ വെട്ടിയിട്ടുമാണ് എന്നെ വന്ന് നോക്കണതും. പിന്നെ അച്ഛനും അനിയനും കൂടാണ് എന്നെ എടുത്തുകൊണ്ടുപോയി തടവാനും മറ്റും കൊണ്ടുപോണത്. എനിക്ക് 2 പേരുടെ സഹായം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാനോ നിവരാനോ ഒന്നും പറ്റൂല. ആകെ ബുദ്ധിമുട്ടും വിഷമത്തിലൊക്കെയാണ്. വേറെ മാർഗങ്ങളൊന്നുമില്ല. അച്ഛനെ മാത്രമുള്ള സഹായിക്കണം, അല്ല വേറെ മാർഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാരും സഹായിക്കണം, അല്ലാതെ മാർഗമൊന്നുമില്ല ഒന്നിനും. 1.5 വർഷം മുമ്പാണ് രാജീവിന് ഒരു അപകടം സംഭവിച്ചത്. ലൈറ്റ് വർക്കിന്റെ ജോലിക്കാരനായിരുന്ന രാജീവ് ലൈറ്റ് ക്രമീകരിക്കുന്നതിനിടയിൽ ഉയരമുള്ള സ്ഥലത്തേക്ക് കയറുകയും 20 അടി പൊക്കത്തിൽ നിന്നും കാൽ വഴുതി താഴേക്ക് വീഴുകയും ചെയ്തു. വീഴ്ചയിൽ ഇദ്ദേഹത്തിന്റെ കഴുത്തൊടിയുകയും നട്ടലിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തു. ഏകദേശം 6 മാസക്കാലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. നെഞ്ചിന് താഴോട്ടുള്ള ഭാഗം മുഴുവൻ തളർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. തുടർന്ന് ഒരു വിദഗ്ധ ചികിത്സ തേടുവാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതിനാൽ ദിനംപ്രതി ഇദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി മോശമാവുകയാണ്. ഇക്കഴിഞ്ഞ ഓണത്തിന് മുൻപ് ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്കെത്തിയ രാജീവിന് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഈ 28-കാരനായ ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തന്റെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണേണ്ടി വരുന്നത്. രാജീവ് എന്ന യുവാവിന് വേണ്ടി നമുക്കും കൈകോർക്കാം. രാജീവിന്റെ സഹോദരൻ പ്രമോദിന്റെ ഗൂഗിൾ പേ നമ്പറാണ് വീഡിയോയിൽ ചേർക്കുന്നത്. ചേർത്തു നിർത്താം നമുക്ക് നമ്മളോടെന്ന പോലെ രാജീവിനെയും.